തനിക്കെതിരായ TMC നേതാവിന്റെ ആരോപണത്തിൽ മറുപടിയുമായി പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. പരാതി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. അഴിമതിക്കെതിരായ പോരാട്ടം തുടരും. ഗവർണർ റബ്ബർ സ്റ്റാമ്പല്ലെന്നും ഭരണഘടനാപരമായ സദ്ഭരണം ബംഗാളിൽ ഉറപ്പുവരുത്തുമെന്നും CV ആനന്ദബോസ് കൊച്ചിയിൽ ജനം TVയോട് പറഞ്ഞു. ബംഗാളിൽ രാഷ്ട്രീയ മര്യാദയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് അവിടുത്തെ സർക്കാർ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി ബംഗാൾ ഗവർണർക്കെതിരെ തന്നെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ തനിക്കെതിരായി ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് CV ആനന്ദബോസ് സാർ അദ്ദേഹം പ്രതികരിക്കുകയാണ്. സാർ, ഇത്തരത്തിൽ ഒരു ആരോപണം അങ്ങേക്കെതിരെ ഉന്നയിക്കുന്നു, കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അതെല്ലാം നടക്കുന്നതെന്ന് വ്യക്തവുമാണ്. എങ്ങനെ കാണുന്നു സാർ ഈ ആരോപണങ്ങളെ? ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് മുത്തശ്ശിമാർ പറയാറുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ഭരിക്കുന്ന കക്ഷിക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായേക്കുമോ എന്നൊരു ധാരണ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം സന്ദേശ് ഗില്ലിയാണ്. സന്ദേശ് ഗില്ലിയിൽ ഗുണ്ടാഭരണം അവസാനിപ്പിക്കുന്നതിൽ ഗവർണർ എന്ന നിലയിൽ എൻ്റെ എളിയ പങ്ക് ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നു. അതിൻ്റെ ദേഷ്യം മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്ക് എന്നോടാണ്. കാരണം ഇങ്ങനെ ഗവർണർ ഇവിടെ പോയതുകൊണ്ടാണ് ലോകം ഇതറിഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ഭീതി വന്നതുകൊണ്ട് ഗവർണറെ ഏതെല്ലാം രീതിയിൽ അപമാനിക്കാമോ അതൊക്കെ ചെയ്യാനുള്ള ചില നീക്കങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് ഞാൻ കേരളത്തിലേക്ക് വരും മുമ്പ് എനിക്ക് ഭരണകക്ഷിയുടെ വലിയ നേതാവിൻ്റെ ടെലിഫോൺ കിട്ടി. അദ്ദേഹം പറഞ്ഞത്, അങ്ങക്കെതിരായി ഇതുപോലുള്ള ആരോപണങ്ങൾ ആരാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഉന്നയിക്കുന്നത്, ആരുടെ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ, എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ ഞാൻ ഇങ്ങോട്ട് രഹസ്യമായി വന്ന് പറയാമെന്ന് ഞാനിതിന് കൂട്ടാക്കിയില്ല. ഇതിൽ ഒരു കാര്യം വ്യക്തമാക്കി, ആ പാർട്ടിയിൽ തന്നെ ചിലരാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും ആണെന്ന് പറയാൻ പറ്റും. പാർട്ടിയിൽ തന്നെ ഇത് വേണ്ട എന്നൊരു അഭിപ്രായമുണ്ട്. ഇതിനു മുൻപ് ഇതുപോലെ ഗുരുതരമായൊരു ആരോപണം വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഈ ഗവർണറോട് ഈ കളി വേണ്ട എന്ന്. അപ്പോൾ പാർട്ടിയിൽ തന്നെ രണ്ട് വിഭിന്ന വിഭാഗങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെൻ്റെ പ്രശ്നമല്ല. എത്ര ആരോപണം ഉന്നയിച്ചാലും ശരി, എന്നെ ദേശീയ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. അത് ടു ക്ലീൻ അപ്പ് ബംഗാൾ ആണ്. ബംഗാളിൽ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഭരണം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിയമവാഴ്ച ഉറപ്പാക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് എന്നെ ഏൽപ്പിച്ചത്. അത് അത്ര എളുപ്പമല്ല എന്നെനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചതും ഏറ്റെടുത്തതും. ബംഗാളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ, ബംഗാൾ ഗവർണറാവുക എന്ന് പറഞ്ഞാൽ ഒരു പൂമത്തയിൽ ശയിക്കുക എന്നല്ല. മുള്ളുമുരുടെ മൂർഖൻ പാമ്പുള്ള വഴികളിലൂടെ നടന്നേ അവിടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റൂ. ഇറ്റ്സ് എൻ അപ്ഹിൽ ടാസ്ക്. ഞാനതിന് തയ്യാറാണ്. മല കയറും, കൊടുമുടിയിൽ കയറും. എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ കൊടുമുടി കയറുക തന്നെ ചെയ്യും. അത് സ്വയം കണ്ണ് മൂടിക്കെട്ടി പുറകോട്ട് നടന്ന് കയറുക തന്നെ ചെയ്യും. എന്ത് എതിർപ്പ് വന്നാലും ഈ ആരോപണങ്ങളൊന്നും എൻ്റെ പ്രവൃത്തി മണ്ഡലത്തെ ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല. ഗീതയിൽ പറയും പോലെ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തെല്ലാം ഇത്തരത്തിൽ എങ്ങനെയെല്ലാം തളർത്താൻ ശ്രമിച്ചാലും തന്റെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, തന്നെ ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യവുമായി താൻ മുന്നോട്ട് പോവുക തന്നെയും അഴിമതിക്കെതിരായ പോരാട്ടം അത് ശക്തമായിരിക്കുമെന്ന് തന്നെ വ്യക്തമാക്കുകയാണ് ഡോക്ടർ CV ആനന്ദബോസ്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.